മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് പൈതൃക ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ 2000-ഓളം വരും. ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ ബൈബിള് എന്ന ഒരു ഗ്രന്ഥമുള്ളത്, മുസ്ലിങ്ങൾക്ക് ഖുറാൻ എന്ന ഒരു ഗ്രന്ഥമുള്ളത്, സിഖുകാർക്ക് ഗുരു ഗ്രന്ഥ സാഹിബ് എന്ന ഒരു ഗ്രന്ഥമുള്ളത്, ബുദ്ധമതക്കാർക്ക് ധർമ്മപാത അല്ലെങ്കിൽ ധമ്മപാത എന്ന ഒരു ഗ്രന്ഥമുള്ളത്, അതിൽ നിന്ന് ഭിന്നമായിട്ട് ഹൈന്ദവ ജനതയ്ക്ക് 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലുള്ളതുണ്ട്. ഈ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്ക് സംസ്കൃതത്തിൽ നൽകിയിരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഏതാണ്ട് 10,000-ഓളം വരും. ഭാരതീയമായ 22 ഭാഷകളിൽ ഇവയ്ക്ക് എഴുതിയിരിക്കുന്ന ഉപാഖ്യാനങ്ങൾ, സബ് കമന്ററീസ് എന്ന് പറയുന്നത് 1,00,000-ഓളം വരും. പുതിയ പുതിയ ആശയങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം പോലെയല്ല തുളസീദാസ രാമായണം, അതുപോലെയല്ല കമ്പരാമായണം, അതുപോലെയല്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം. കുറേ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വരുത്തിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുടെ ഉപഗ്രന്ഥങ്ങളുണ്ട്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള്, പിന്നെ വസ്തുതാപരമായിട്ട് വിവരിക്കുന്ന സ്തുതികളും വിവരണങ്ങളുമുണ്ട്. അപ്പൊ ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഉപഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, അതുപോലെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങള്, സ്തുതികൾ അഥവാ വിവരണങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആദ്യമായിട്ട് പറയുകയല്ല. ഇതിൽ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെയധികം ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തില് ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണത്. മറ്റ് വിവരണങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്നതാണ് ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയം. അതായത് ടൈം, ഏത് സമയത്താണ് ഉപദേശം കൊടുക്കേണ്ടത്, സ്പേസ്, എവിടെ വെച്ചിട്ടാണ് ഉപദേശം കൊടുക്കേണ്ടത്, ഒബ്സർവർ അല്ലെങ്കിൽ പെർസീവർ, ആർക്കാണ് ഉപദേശം കൊടുക്കേണ്ടത്, ഈ 3 കാര്യങ്ങൾ. ഇത് 3മാണ് ഫിസിക്സിന്റെ പോലും അടിസ്ഥാന സത്യം. യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് ഗ്രഹണം കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്ത് എവിടെ നിന്ന് ആര് കണ്ടു എന്ന് കൂടി എഴുതണം. ഭൂമിയിൽ നിന്ന് ഗ്രഹണം കണ്ടു, ഭൂമിയിൽ നിന്ന് നോക്കിയപ്പോൾ ബുധൻ കർക്കടക രാശിയിൽ 7ാമത്തെ ഡിഗ്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവായില്ല. ഏത് വർഷം, ഏത് ദിവസം, ഏത് സമയം, ഭൂമിയുടെ ഏത് പ്രദേശത്ത് നിന്നുകൊണ്ട് ആരാണ് ബുധഗ്രഹത്തെ കർക്കടകം രാശി 7ാം ഡിഗ്രിയിൽ കണ്ടത് എന്ന് കൂടി എഴുതിയാലേ അതിന് ഓതന്റിസിറ്റി വരുള്ളൂ, പിന്നെ റിലയബിലിറ്റി വരുള്ളൂ, അത് ഫാക്ച്വൽ ആവുള്ളൂ. ഇതേപോലെയാണ് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ആരാണ് ഉപദേശം കൊടുക്കുന്നത്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? ഇന്റലക്ച്വലി വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ളവരുണ്ട്, അക്കാഡമിക്കലി വ്യത്യസ്ത കപ്പാസിറ്റി ഉള്ളവരുണ്ട്, ഏജ് വൈസ്, മെച്യൂരിറ്റി വൈസ്, സോഷ്യൽ ആസ്പെക്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എല്ലാമുള്ള കാര്യത്തിൽ വ്യത്യസ്ത അപ്രോച്ചുള്ള വ്യക്തികളായിരിക്കും ഈ ഉപദേശം സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഉപദേശം സ്വീകരിക്കുന്ന വ്യക്തിയുടെ കപ്പാസിറ്റി ഇത് എവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? വീട്ടിൽ വെച്ചിട്ടാണോ കൊടുക്കുന്നത്, ഓഫീസിൽ വെച്ചിട്ടാണോ കൊടുക്കുന്നത്, യുദ്ധക്ഷേത്രത്തിൽ വെച്ചിട്ടാണോ കൊടുക്കുന്നത്, അതുമല്ല ഇലക്ഷൻ സമയത്താണോ കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്, സ്പേസ്
ടൈം, ഇത് രണ്ടും പ്ലസ് അത് കേൾക്കുന്ന വ്യക്തി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഞാൻ പറയാൻ കാരണം, നമ്മൾ ധാരാളം പേര്, വളരെയധികം പേർക്ക് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. അത് യൂട്യൂബിലൂടെ കൊടുക്കാറുണ്ട്, പിന്നെ CD-യിൽ കൊടുക്കാറുണ്ട്, പ്രഭാഷണത്തിൽ കൊടുക്കാറുണ്ട്, കാര്യമായിട്ട് നമ്മളുടെ മക്കളോട് സംസാരിക്കുമ്പോൾ കൊടുക്കാറുണ്ട്, ഫ്രണ്ട്സിനോട്, റെസിഡൻഷ്യൽ അസോസിയേഷനോട്. എല്ലാവരുടെ പ്രസംഗം എന്ന് പറയുന്നതും ഉപദേശം തന്നെയാണ്. ആര് പ്രസംഗിക്കുകയാണെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതെല്ലാം ഉപദേശങ്ങളാണ്. വാട്സപ്പിലൂടെ പോകുന്നത് ഉപദേശങ്ങളാണ്, ഇന്റർനെറ്റിലൂടെ, ഇമെയിലിലൂടെ, ബ്ലോഗിലൂടെ പോകുന്ന എല്ലാം ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങളെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, അത് ഏത് സമയത്താണ് കൊടുക്കുന്നത്, ആ സമയവും സന്ദർഭവും നോക്കി ആർക്കാണ് കൊടുക്കുന്നത്, ആ വ്യക്തിയുടെ വ്യക്തിത്വവും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് എപ്പോഴാണ് കൊടുക്കുന്നത്, അതും നോക്കിയതിന് ശേഷം ആ ഉപദേശം വാല്യുവബിൾ ആണെങ്കിൽ ക്രൈസിസ് വരുന്ന സമയത്ത് വേണം കൊടുക്കാൻ. അതായത് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ആ വ്യക്തി വളരെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്താണ് ഉപദേശം കൊടുക്കുന്നതെങ്കിൽ അതും വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട്, ചുരുങ്ങിയ വരികൾ കൊണ്ട്, വളരെ ലളിതമായ രീതിയിൽ, വലിയ തത്വജ്ഞാനവും തത്വശാസ്ത്രവും ഒന്നുമില്ലാതെ നമ്മൾ ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും അച്ഛനായാലും അമ്മയ്ക്കായാലും മക്കൾക്കായാലും സഹോദരി സഹോദരന്മാർക്കായാലും ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. വളരെ താഴ്ന്ന ശബ്ദത്തിൽ, വളരെ വ്യക്തമായ ഭാഷയിൽ, ഈ ഞാൻ പറയുന്ന ഉപദേശമാണ് അവസാനത്തെ ഉപദേശം എന്ന രീതിയിലല്ലാതെ വളരെ അധികം എടുക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ ഉപദേശം കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അത് ശരിക്ക് ഏൽക്കും. അപ്പോൾ ഉപദേശം കൊടുക്കുമ്പോൾ, കഥകൾ പറയുമ്പോഴും മറ്റൊരാളുടെ ജീവിതാനുഭവങ്ങൾ പറയുമ്പോഴും അത് പകുതി ശ്രദ്ധയോടുകൂടിയോ കാൽഭാഗം ശ്രദ്ധയോടുകൂടിയോ എല്ലാം കേൾക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉപദേശം കൊടുക്കുമ്പോൾ ഷോർട്ട് വരികളാണ്. ഇപ്പം ദീർഘമായിട്ടുള്ള വിവരണങ്ങളല്ലാത്ത സ്ഥിതിക്ക് ചുരുങ്ങിയ വാക്കുകൊണ്ട് ചുരുങ്ങിയ വരിയിൽ നമ്മൾ വിവരിക്കുന്നതായതുകൊണ്ട് സമയവും സ്ഥലവും സന്ദർഭവും അത് സ്വീകരിക്കുന്ന വ്യക്തിയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര കാലം രാമനും ലക്ഷ്മണനും ഒരുമിച്ചുണ്ടായിരുന്നുവെങ്കിലും ലക്ഷ്മണോപദേശം കൊടുത്തത് രാമനോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അത് കേട്ട് ഏറ്റവും അധികം ദേഷ്യപ്പെട്ടിരിക്കുന്ന ക്രിട്ടിക്കൽ സമയത്താണ് ലക്ഷ്മണോപദേശം കൊടുക്കുന്നത്. രാമനോട് രാജ്യം തിരിച്ച് ഭരിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞ് വളരെ ദുഃഖത്തോടുകൂടി, വളരെ വേദനയോടുകൂടി, തൻ്റെ അമ്മയാണല്ലോ രാമനെയും സീതയെയും ലക്ഷ്മണനെയും കാട്ടിലേക്ക് അയക്കാനുണ്ടായ കാരണം എന്ന വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഭരതോപദേശം കൊടുക്കുന്നത്. താൻ ജ്യേഷ്ഠനെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് ഈ ഭാരതം എന്ന മഹാ സ്ഥാനത്തേക്ക് വന്ന് അവിടെ വന്ന് ശ്രീരാമനുമായിട്ട് ചേർന്ന് കുറേയധികം വേദനയോടുകൂടി താൻ ശത്രുപക്ഷത്തേക്ക് വന്നോ, തൻ്റെ രാഷ്ട്രത്തെ ചതിച്ചോ, തൻ്റെ ജ്യേഷ്ഠനായ രാവണൻ രാജാവിനെ ചതിച്ചോ, തൻ്റെ ജനങ്ങളെ നമ്മൾ ഒറ്റിക്കൊടുത്തോ, ഇങ്ങനെയുള്ള വേദനയെല്ലാം ഉണ്ടായിരുന്ന സമയത്താണ് ശ്രീരാമൻ വിഭീഷണ ഉപദേശം കൊടുക്കുന്നത്. യുദ്ധക്കളത്തിൽ തളർന്നു വീണ അർജുനനും കൃഷ്ണനും തമ്മിൽ എത്രയോ കാലത്തെ ബന്ധമുണ്ട്. പക്ഷെ ആ ക്രിട്ടിക്കലായിട്ട് തളർന്നു വീണ സമയത്താണ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. പിന്നീട് വളരെ ലിഷേർലി ഇരിക്കുന്ന സമയത്ത് ആ ഭഗവത്ഗീത വീണ്ടും ഉപദേശിക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ളൊരു ഉപദേശം തരേണ്ട സമയമല്ല ഇത് വേറെ ജീവിത കാര്യങ്ങളും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ തരാനുള്ള അവസരമാണെന്ന് പറഞ്ഞ് അനുഗീത എന്ന വേറൊരു ഉപദേശമാണ് കൊടുക്കുന്നത്. താൻ ഒരിക്കലും രാജ്യം ഭരിക്കില്ല, രാജ്യഭാരം എന്ന് പറയുന്നത് തലവേദനയാണ്, ഈ ലോകത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, മരണം മാത്രമേ ഉള്ളൂ, രോഗം മാത്രമേ ഉള്ളൂ, ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ, വാർദ്ധക്യം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളൊരു ലോകത്തിലെ ജനതയെ ഭരിക്കാൻ എന്നെ കൊണ്ടാവില്ല, ഞാൻ കാട്ടിലേക്ക് സന്യാസത്തിന് പോവുകയാണെന്ന് ശ്രീരാമൻ പറഞ്ഞ് സ്വന്തം അച്ഛനോട്, ദശരഥനോട് ഇത് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ പോയി. ആ ക്രിട്ടിക്കൽ ടൈമിലാണ്
യഥാർത്ഥത്തില് ശ്രീരാമന് വസിഷ്ഠ മഹർഷി 36,000 37,000-ഓളം ശ്ലോകങ്ങളുള്ള യോഗവാസിഷ്ഠം എന്ന ഉപദേശം കൊടുക്കുന്നത് വെറുതെ ഇരിക്കുമ്പോഴല്ല. അപ്പൊ ഏത് മരണം മുമ്പിൽ അടുത്തു, ഇനി 7 ദിവസമേ ഉള്ളൂ മരിക്കാൻ എന്ന് ഉറപ്പിച്ച് തനിക്ക് ലഭിച്ച ശാപം അത് 7 ദിവസത്തിനകം നടപ്പിലാകുമെന്ന് അത്രയും ടെൻഷനിലിരിക്കുമ്പോഴാണ് പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുക ബ്രഹ്മർഷി ഉപദേശം കൊടുത്തത്. നമ്മളുടെ ധർമ്മപത്നിയെ കർമ്മീരൻ എന്നൊരു രാക്ഷസൻ കൊണ്ടുപോയി എന്ന് അറിഞ്ഞ പാണ്ഡവര് വളരെയധികം ദുഃഖിച്ചിരുന്ന സമയത്താണ് വേദവ്യാസൻ പാണ്ഡവർക്ക് രാമായണം ഉപദേശിച്ചു കൊടുക്കുന്നത്. വേദവ്യാസൻ പാണ്ഡവർക്ക് 200ഓളം പേജിൽ വരുന്ന വിവരണത്തിലൂടെ രാമായണം ഉപദേശിച്ചു കൊടുക്കുന്നത് ക്രിട്ടിക്കൽ ടൈമിലാണ്. തൻ്റെ മക്കൾക്ക് അധികാരം ലഭിക്കുന്നതിൽ പൊതുവെ എല്ലാവർക്കും എതിരാണെന്നും പാണ്ഡവരിൽ മൂത്ത പുത്രനായിട്ടുള്ള ധർമ്മപുത്രർക്ക് തന്നെ അധികാരം കൊടുക്കണമെന്നും എല്ലാവരും നിർബന്ധിക്കുന്നു എന്നറിഞ്ഞ് തനിക്കോ കണ്ണിന് കാഴ്ചയില്ല, തൻ്റെ മക്കൾക്ക് കാഴ്ചക്കുറവൊന്നും ഇല്ലല്ലോ, അവർക്ക് രാജ്യഭാരം ഏറ്റെടുക്കാനുള്ള ആ അവകാശമില്ലേ എന്ന് വേദനയോടുകൂടി ചിന്തിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്നത് നല്ലതാണെന്ന ഒരു ഭാഗം മനസ്സും അത് കുറ്റബോധത്തോടുകൂടി മറ്റൊരു ഭാഗം മനസ്സിലും ഇങ്ങനെ വേദനയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ധൃതരാഷ്ട്രർക്ക് വിദുരോപദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും, ഏത് മാതാപിതാക്കളായാലും രക്ഷാകർത്താക്കളായാലും ബന്ധുക്കളായാലും സഹോദരി സഹോദരന്മാരായാലും ഭാര്യയായാലും ഭർത്താവായാലും അധ്യാപകനായാലും പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും ദേശവും കാലവും വ്യക്തികളെയും നോക്കിയിട്ട് വേണം ഉപദേശം കൊടുക്കാൻ. ചുരുങ്ങിയ വാക്കുകളിൽ നല്ല സതുദ്ദേശത്തോടുകൂടി തുറന്ന മനസ്സോടുകൂടി ഉപദേശം കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാവുന്നത്. പ്രണാമം, നമസ്കാരം.